ഗൈസ്, വെൽക്കം ബാക്ക്. ഓക്കെ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ക്യൂബിനെ നമ്മൾ ഫുള്ളാക്കുക എന്നുള്ളതാണ്. ഒരെണ്ണം ഫുള്ളാക്കാൻ എല്ലാവർക്കും അറിയാമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനിത് ഫുള്ളാക്കുന്നത് പറഞ്ഞു തരുന്നത്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതിലെ ഇതുകൾ പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ എഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ ക്യൂബ് എടുത്തിട്ട് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബിൻ്റെ എഫ് തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന് തല ഇങ്ങോട്ട് തിരിക്കുക. ആർ എന്ന് പറയുന്നത് ഇങ്ങനെയാക്കലാണ്. യു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ യു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. യു ഓപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റിന് ഞാൻ പറയുന്നതാണ് ഓപ്പോ. യു ഓപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കുക. ആർ ഓപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിക്ക്. എഫ് ഓപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിക്കുന്നതിന് ഇങ്ങോട്ട് തിരിക്കുക. ഓക്കെ, പിന്നെന്താ R2 എന്ന് പറഞ്ഞാൽ എന്താ? ആറ് 2 പ്രാവശ്യം തിരിക്കുക, അതാണ് 2. U2 എന്ന് പറഞ്ഞാൽ U 2 പ്രാവശ്യം തിരിക്കുക. അങ്ങനെ ഈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യൂബിൻ്റെ നേരെ ഇപ്പുറത്തെ ബാക്കിത്തെ ഭാഗം, ഈ ക്യൂബിൻ്റെ ഈ ഭാഗം, അത് B2 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം, ബി എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം. അങ്ങനെ ആർ. ഓക്കെ, മറ്റേ ബാക്കിയുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കിനി ഇക്വേഷനിലേക്ക് അത് ഞാൻ കേടാക്കുന്നുണ്ട്. ഓക്കെ, ഒരൊറ്റ വീഡിയോയിലായിട്ട് പറഞ്ഞുതരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു 3 പാർട്ടായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഒന്നാമത്തെ വീഡിയോ നമ്മൾ 1. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, ആദ്യം ഇവിടെ ഒക്കെ ഇങ്ങനെ ഈ സാധനം കറക്റ്റ് നീലയുടെ അടുത്താക്കിയ നീലയുടെ സെൻറ്ററിൻ്റെ ആക്കി. അപ്പോൾ റെഡിന് സെൻറ്ററിലായോ? ഇല്ല. യെല്ലോയുടെ സെൻറ്ററിലായോ? ഇല്ല. ആയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇഷ്ടമുള്ള കളറായ വൈറ്റാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഒരു പ്ലസ് കൊണ്ടുവരും. ഇവിടെയും. ഓക്കെ, ഞാൻ വൈറ്റിൻ്റെ പ്ലസ്സാണ് കൊണ്ടുവരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റിൽ അതിൻ്റെ 4 ഭാഗം കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഒരു വൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 2 എണ്ണമായുണ്ട്. ഇനി 2 എവിടെയാണ് കിടക്കുന്നത് മോനെ? ഓക്കെ, നമുക്കതിന് 4 കെട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുകളിലത്തെ അടിയത്തെ ചോപ്പാണ്. അപ്പോൾ ചോപ്പിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുവന്നിട്ട് 2 പ്രാവശ്യം കറക്കുക. പിന്നെ ബ്ലൂവിൻ്റെ സ്ഥലത്ത് തന്നെയാണ്, അതുകൊണ്ട് 2 പ്രാവശ്യം കറക്കുക. ഗ്രീനോ ഓറഞ്ചിൻ്റെ സ്ഥലത്ത്, അതുകൊണ്ട് ഗ്രീനെ തിരഞ്ഞ് കണ്ടെത്തിയിട്ട് 2 പ്രാവശ്യം കറക്കുക. അതേപോലെ ഓറഞ്ചിനെ നമ്മൾ തിരഞ്ഞ് കണ്ടെത്തിയിട്ട് 2 പ്രാവശ്യം കറക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ പ്ലസ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒന്നും ആയ സീനില്ല, പ്ലസ് എന്തായാലും കിട്ടണമെന്നേ ഉള്ളൂ. കണ്ടോ, ഇവിടത്തൊക്കെ ലൈന് കറക്റ്റാണ്. കണ്ടോ, ഒരു ലൈൻ വന്നാണ്ടല്ലേ. ഇനി ഈ കോർണറുകൾ കറക്റ്റാണ്. എന്നുവെച്ചാൽ സാധാരണ പോലെ നിങ്ങൾക്ക് തന്നെ വലിച്ച് വരിടാൻ പാടില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കൊരു എക്സാമ്പിൾ. ഇപ്പോൾ ഞാൻ ഈ വെള്ളയെ ഇങ്ങോട്ട് കയറ്റാൻ വിചാരിക്കും. അപ്പോൾ എന്തായി? ഇവിടെ റെഡായി, ഇവിടെ ഓറഞ്ചാണ് വേണ്ടത്, ഇവിടെ ബ്ലൂ ആയി, ഇവിടെ ഗ്രീനാണ് വേണ്ടത്, ഇവിടെ വൈറ്റ് തന്നെയാണ്. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ് എന്നുള്ള ഒരു ഘട്ടം നമ്മൾ കണ്ടെത്തുക. ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ്. അതോ ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം അങ്ങനെ കറക്കുന്നു. നമ്മൾ ഇവിടേക്ക് എടുത്തിട്ടുണ്ട് ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ്. നമ്മൾ അതിൻ്റെ സ്ഥലത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇവിടെയാണ് നമുക്ക് ആ ക്യൂബ് വരേണ്ടത്. ഇവിടെ ഓറഞ്ച്, ഇവിടെ ഗ്രീൻ, ഇവിടെ വൈറ്റ്. കണ്ടോ, ഇവിടെ ഓറഞ്ച്, ഇവിടെ ഗ്രീൻ, ഇവിടെ വൈറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടേക്ക് നമ്മൾ അതിൻ്റെ അടുത്ത്. അപ്പോൾ നോക്കിയാൽ ഇവിടെയും സെയിമായി, ഇവിടെയും സെയിമായി, ഇവിടെയും സെയിമായി. അങ്ങനെ നമ്മൾ 4 കോർണർ കണ്ടെത്തണം. ഇതേതാ? വൈറ്റ്, ഗ്രീൻ, റെഡ്. വൈറ്റ്, ഗ്രീൻ, റെഡിന് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. വൈറ്റ്, ഗ്രീൻ, റെഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനടുത്ത് വെച്ച് കൊടുക്കാം. ആദ്യം അതിനടുത്ത് മുകളിലേക്ക് വെച്ചു.
അങ്ങനെ അതിന് ഞാൻ അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഇത് മാച്ചായി, ഇത് മാച്ചായി, ഇത് മാച്ചായി. ഇനി ഈ 2 കോർണേഴ്സ് കൂടി ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതേ നേരത്തെ പോലെ തന്നെ ഞാൻ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത് പിന്നെ അറിയാമല്ലോ, ലാസ്റ്റ് ആകെ ഒരെണ്ണുള്ളൂ എങ്കിൽ ആ ഒരെണ്ണത്തിനടുത്ത് ഫിക്സ് ചെയ്താൽ ശരി. ഇപ്പോൾ ഈ ഒരു ഇത് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഈ ഒരു കുഞ്ഞ് ടീ വന്നിട്ടുണ്ടാവും എല്ലാവർക്കും. ഇവിടെയൊന്നും ചുവപ്പുണ്ടായാലൊന്നും സീനില്ല. ഈ ടീ ഉണ്ടോ എന്ന് നിർബന്ധമായി ഉറപ്പുവരുത്തുക. ഇതാണ് പാർട്ട് 1. പാർട്ട് 2 നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.